പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് എത്തിയപ്പോൾ സ്വന്തം കൈവിരലുകളാൽ തീർത്ത റെസിൻ ആർട്ട് നരേന്ദ്രമോദിക്ക് സമ്മാനിച്ചതിന്റെ സന്തോഷത്തിലാണ് പൂജപ്പുര സ്വദേശിയായ നീതു. വളരെ കാലത്തെ ആഗ്രഹം സഫലമായതിന്റെ അഭിമാനത്തിലും സന്തോഷത്തിലുമാണ് നീതു. ഏറെക്കാലമായി മനസ്സിൽ കൊണ്ടു നടന്ന ഒരാഗ്രഹമായിരുന്നു പ്രധാനമന്ത്രിയുടെ കൈകളിൽ താൻ നിർമ്മിച്ച റെസിൻ ആർട്ട് എന്നെങ്കിലും എത്തുക എന്നത്. തലസ്ഥാന നഗരിയിൽ പ്രധാനമന്ത്രി എത്തിയപ്പോൾ ആ കൈകളിൽ എത്തിക്കാൻ സാധിച്ചതിന്റെ പറഞ്ഞറിയിക്കാനാകാത്ത സന്തോഷത്തിലാണ് നീതു. രാജീവ് സാറിൻ്റെ ഓഫീസിൽ പോകുമായിരുന്നു. അദ്ദേഹം ഇവിടുത്തെ മുന്നത്തെ കൗൺസിലറായിരുന്നു. അപ്പം അങ്ങനെ പോയി സംസാരിച്ചു. അതിന് കുറച്ച് പ്രൊസീജിയർ ഉണ്ടായിരുന്നു. പക്ഷേ വേദിയിലെത്തിയപ്പോൾ അത് കൊടുക്കുന്നതാണ് ഞാൻ കണ്ടത്. അത് എനിക്ക് വേറൊരു ഗസ്റ്റർ എടുത്ത് പറയാനുള്ളത്, ഇപ്പം നോർമലി മേയർ അദ്ദേഹത്തിന് ജസ്റ്റ് ഇത് കൊടുത്തിട്ട് പോയാൽ മതിയായിരുന്നു. പക്ഷെ അങ്ങനെയല്ല, അദ്ദേഹം അവിടെ നിന്ന് വേദിയിൽ നിന്നത് എന്താണ് എന്നുള്ളത് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. അത് ഭയങ്കരമായിട്ട് ആസ് എ വുമൻ ഓണ്ടർപ്രണർ എനിക്ക് ഭയങ്കര സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നി. കാരണം അങ്ങനെ ആരും ഒരു എഫേർട്ട് എടുക്കുന്നതായിട്ട് ഇതുവരെ കണ്ടിട്ടില്ല. 3 ആഴ്ചത്തെ അധ്വാനമാണ് ഈ ആർട്ടിന് പിന്നിൽ. അനന്തപുരിയിലെത്തുമ്പോൾ പത്മനാഭനെ തന്നെ സമ്മാനിക്കുകയായിരുന്നു. അതിൻ്റെ തീം വൈസ് തുടങ്ങാം. ആക്ച്വലി തിരുവനന്തപുരത്ത് നിന്ന് നമ്മുടെ PM കൊടുക്കുന്ന ഒരു മൊമെൻറ്റുമായിട്ടാണ് ഞാനത് ചെയ്തേക്കുന്നത്. അദ്ദേഹം വരുമ്പോൾ ട്രിവാൻഡ്രം തീം ചെയ്ത് എന്തെങ്കിലും കൊടുക്കണം എന്നായിരുന്നു എനിക്ക്. അപ്പം തിരുവനന്തപുരം എന്ന് പറയുമ്പോഴത്തേക്ക് അനന്തപത്മനാഭൻ്റെ മണ്ണ്. അപ്പം അനന്തപത്മനാഭൻ ആദ്യമേ മനസ്സിൽ ഫിക്സ്ഡ് ആയിരുന്നു. അതിനുശേഷം നമ്മൾ നോർമലി ചെയ്യുന്ന എപ്പോഴും അനന്തപത്മനാഭനെ നമ്മൾ കടലിൽ ഉള്ള രൂപമായിട്ടാണ് കാണുന്നത്. പക്ഷേ എനിക്കങ്ങോട്ട് തോന്നിയത് നമ്മളിപ്പം തിരുവനന്തപുരത്തിൻ്റെ വികസനം അല്ലെങ്കിൽ തിരുവനന്തപുരത്തിനെ എത്രത്തോളം ബ്യൂട്ടിഫുൾ ആക്കാം എന്നൊരു ചിന്തയിൽ നിന്ന് ബ്ലൂമിങ് ഫ്ലവേഴ്സ്, അതായത് വിടർന്ന് നിൽക്കുന്ന പൂക്കളെ പോലെ, കളർഫുൾ ആയിട്ടുള്ള പൂക്കളെ പോലെ നമ്മുടെ ട്രിവാൻഡ്രം സിറ്റിയും ഒരു നല്ലൊരു രീതിയിൽ എത്തട്ടെ എന്നൊരു തീമിലാണ് പിന്നെ മനസ്സിലോട്ട് വന്നത്. M.Tech സിവിൽ ബിരുദധാരിയാണ് നീതു. ഇലക്ഷൻ പ്രചാരണത്തിന്റെ ഭാഗമായി വീട്ടിലെത്തിയ BJP പ്രവർത്തകരാണ് മേയർക്ക് പരിചയപ്പെടുത്തുകയും നീതുവിന്റെ ആഗ്രഹം അറിയിക്കുകയും ചെയ്തത്. പക്ഷേ അത് തീർച്ചയായിട്ടും നമ്മൾ തിരുവനന്തപുരം നഗരസഭ നമ്മൾ ഭരിക്കുന്നുള്ള ഉറപ്പുണ്ടായിരുന്നു. നഗരസഭ നമ്മുടെ കിട്ടുകയും നമ്മുടെ ബഹുമാനപ്പെട്ട മേയർ അന്ന് ഇവിടെ കൗൺസിലറായിരുന്നു രാജേഷിൻ്റെ കയ്യിൽ മേയർക്ക് ഇത് കൊണ്ട് കാണിച്ചപ്പോൾ മേയർ പറഞ്ഞത് നമുക്ക് കുറച്ച് സെക്യൂരിറ്റിയുടെ വിഷയങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് എന്തായാലും ഇത് മോദിക്ക് കൊടുക്കാനുള്ള പ്രസൻസ് ആയിരുന്നു, നമ്മൾ ഈ മൊമെൻറ്റ്സ് ആയിരുന്നു നമുക്ക് ചെയ്യാതെ, അതുകൊണ്ട് തീർച്ചയായിട്ടും അത് മോദിയുടെ കയ്യിൽ എത്തിക്കുക. റെസിനോവേഷൻ ബൈ നീതു എന്ന സംരംഭത്തിന് എല്ലാ പിന്തുണയോടെ ഭർത്താവും മിഥുനും കുടുംബവും ഒപ്പമുണ്ട്. സ്വന്തം വിരലുകളിൽ തീർത്തതിൽ മനോഹരമായ ഒന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കൈകളിൽ എത്തിക്കണമെന്ന് മാത്രമായിരുന്നു നീതുവിൻ്റെ ആഗ്രഹം. ആ ആഗ്രഹം സാധിച്ചു കഴിഞ്ഞു. അതിൻ്റെ അഭിമാനത്തിലും സന്തോഷത്തിലുമാണ് നീതു. ക്യാമറമാൻ രഞ്ജിത്തിനോടൊപ്പം ദിസ്ന സുരേഷ്, ജനം, തിരുവനന്തപുരം.